ഹലോ ഗൈസ്, അഖിൽ മാരാറുടെ EMI ബന്ധപ്പെട്ടുള്ള ഒരു സംഗതി, അഖിൽ മാരാറിൻ്റെ തള്ള് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഗതി കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കട്ടോ. അഖിൽ മാരാറിൻ്റെ ഒരു പോസ്റ്റാണ്, 44 മിനിറ്റ് മുമ്പ് അഖിൽ മാരാർ പോസ്റ്റ് ചെയ്തൊരു സംഗതിയാണ്. അത് കാണാത്ത എത്രയാണ് ചേട്ടാ ഒരു മാസം അടയ്ക്കുന്ന EMI എന്നൊരു അവതാരകൻ ചോദിച്ചാൽ അതിന് സത്യസന്ധമായ മറുപടി പറയുമ്പോൾ ആ മറുപടി വാർത്ത ആയി മാറുന്നു, ട്രോളായി മാറുന്നു, പലർക്കും അതൊരു തള്ളായി മാറുന്നു. നമ്മൾ മറ്റൊരാളെ എതിർക്കുന്നത് അയാളായി തീരുന്നതോടെ അവസാനിക്കും. പാവപ്പെട്ടവന് പണക്കാരനോടുള്ള പുച്ഛം അവസാനിക്കാൻ അവൻ പണക്കാരനായാൽ മതി. ആരും അറിയാത്തവന് പ്രശസ്തിയുള്ളവനെ എതിർക്കുന്നത് അവസാനിക്കാൻ അവനും പ്രശസ്തൻ ആയാൽ മതി. ഒന്നുകിൽ നിങ്ങൾ എന്നെ പരിഹസിക്കുക, അല്ലെങ്കിൽ ഞാൻ എത്തിച്ചേർന്ന അവസ്ഥയിലേക്ക് എത്തി മറ്റുള്ളവരുടെ പരിഹാസം കേൾക്കാൻ തയ്യാറാവുക. 2017 ഷെയർ മാർക്കറ്റിൽ ഉണ്ടായ നഷ്ടം നികത്താൻ കാർഷിക വായ്പ 2.5 ലക്ഷം എടുത്തു. പിന്നീട് 2018 അവസാനത്തോടെ മൊബൈൽ ടവറിന് ഡീസൽ അടിക്കാൻ ഒരു പിക്കപ്പ് ജീറ്റോ 2 വാഹനങ്ങൾ കടം വാങ്ങിയെടുത്തു. 4 മാസങ്ങൾക്ക് ശേഷം കോൺട്രാക്റ്റ് നഷ്ടപ്പെട്ടു. വരുമാനം എല്ലാം നിലച്ചു. വലിയ കടത്തിലായി. കിട്ടിയ വിലയ്ക്ക് വാഹനങ്ങൾ വിറ്റു. കാറിൻ്റെ ലോൺ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി. നാട്ടുകാരുടെ മുന്നിൽ, വീട്ടുകാരുടെ മുന്നിൽ അഭിമാനം പണയം വയ്ക്കാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു തുടങ്ങി. 150 രൂപ മകളുടെ അസുഖത്തിന് ഡോക്ടർ ഫീസ് നൽകാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഭാര്യ വീട്ടിൽ അവരുടെ ചിലവിൽ കഴിയുന്ന ഒരു ഗതിയുമില്ലാത്ത ഒരുവന് അവസാനം വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. ആരുമില്ലാതെ ഞാൻ കാറിലിരുന്ന് കരഞ്ഞു. വീഴാൻ ഞാൻ തയ്യാറല്ലാത്തത് കൊണ്ടും എന്നെ നയിക്കാൻ ഒരു ശക്തി എനിക്കൊപ്പം ഉള്ളത് കൊണ്ടും ഞാൻ മുന്നോട്ട് പോയി. വണ്ടിയുടെ CC മുടങ്ങി. മാസം 800 രൂപ പലിശ അടയ്ക്കാൻ കഴിയാതെ വന്നു. എല്ലാം നഷ്ടപ്പെട്ടു എന്ന അവസ്ഥയെ സിനിമയ്ക്ക് തിരക്കഥ എഴുതി. ഇവിടെയാണ് മൂപ്പര് ലൈഫ് തുടങ്ങുന്നത് കേട്ടോ. തുടങ്ങാന്നല്ല, പുതിയൊരു സ്റ്റാർട്ട് ഇടണത്. പല നിർമ്മാതാക്കളെ കണ്ടു. അവസാനം യോഹന്നാൻ സാർ ദൈവമായി അവതരിച്ചു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സിനിമ എഴുതണം. അദ്ദേഹം പറയുന്ന ബജറ്റിൽ ചെയ്യണം. ഭാര്യയെയും മക്കളെയും അച്ഛനെയും അമ്മയെയും നാടും ഉപേക്ഷിച്ച് മരണം മാത്രം മുന്നിൽ കണ്ട് ജീവിക്കുന്ന ഞാൻ മുന്നോട്ട് പോകാനുള്ള മാർഗമായി എനിക്ക് ലഭിച്ച അവസരത്തെ കണ്ടു. സിനിമ പരാജയമായിരിക്കാം, പക്ഷേ എൻ്റെ നിശ്ചയദാർഢ്യം, കഠിന പരിശ്രമം, പ്രതിസന്ധികൾ അതിജീവിച്ച മനസ്സ്, ഇതൊന്നും ഒരിക്കലും പരാജയപ്പെട്ടില്ല. ഷോർട്ട് ഫിലിം പോലും നീ എടുക്കില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ ഇന്നും പലരും ചർച്ച ചെയ്യുന്ന, പലരും പറയാൻ മടിക്കുന്ന ഒരു സിനിമ ഞാൻ തിയേറ്ററിൽ എത്തിച്ചു. വണ്ടിയുടെ CC അടയ്ക്കാൻ ഗതിയില്ലാതിരുന്ന ഞാൻ കഴിഞ്ഞ 2 വർഷമായി വാഹനങ്ങളുടെ EMI അടയ്ക്കുന്നത് 1.27 ലക്ഷം രൂപയാണ്. EMI ഇല്ലാത്ത കാറുകൾ വേറെയും ഉണ്ട്. കാർഷിക വായ്പ 2.5 ലക്ഷം രൂപ പിന്നീട് റവന്യൂ റിക്കവറിയായി 5.25 ലക്ഷം അടച്ചു ഞാൻ ലോൺ ക്ലോസ് ചെയ്തു. 2013 8000 രൂപ പെൻഡിങ് ആയി കിടന്ന മുത്തൂറ്റിൻ്റെ ലോൺ പിന്നീട് 1,40,000 അവർ ആവശ്യപ്പെട്ടു. അതും ഞാൻ ക്ലോസ് ചെയ്തു. സിബിൽ സ്കോർ ഇല്ലാത്തത് കൊണ്ട് ഒരു മൊബൈൽ പോലും വാങ്ങാൻ പറ്റാത്ത എനിക്ക് കഴിഞ്ഞ മാസം 20 ലക്ഷം പ്രീ അപ്രൂവ്ഡ് ഓടി. 15 ലക്ഷം പേഴ്സണൽ പ്രീ അപ്രൂവ്ഡ് ലോണൊക്കെ പാസ്സായി കിടപ്പുണ്ട്. 15 ലക്ഷം പേഴ്സണൽ പ്രീ അപ്രൂവ്ഡ് ലോണൊക്കെ പാസ്സായി കിടപ്പുണ്ട്. ഹോം ലോൺ 24,000. കൊച്ചിയിലൊരു 3 BHK ഫ്ലാറ്റ് വാങ്ങി ഫുള്ളായി ഫർണിഷ് ചെയ്യാൻ എത്ര ആകും? EMI പ്രകാരം എത്ര ലോൺ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആ ലോണിൽ 5 ലക്ഷം ഫിക്സഡ് ഡെപ്പോസിറ്റുമാണ്. ഇപ്പോൾ ആകെ EMI 1.5 ലക്ഷം, ചിട്ടി 15,000, 15 ലക്ഷം. എൻ്റെ എല്ലാ ലോണും ആകെ മുതലിൻ്റെ 20% മാത്രമാണ്. 3.5 ലക്ഷമല്ല, 10 ലക്ഷം ചിലവ് വരട്ടെ, അത് അടയ്ക്കാനുള്ള ശേഷി ഉണ്ടാക്കിയെടുക്കാൻ ആണ് പരിശ്രമിക്കുന്നത്. എവിടെയെങ്കിലും ആരെങ്കിലും പടച്ചു വിടുന്ന വാർത്തകളിൽ നിങ്ങൾ മനസ്സിലാക്കിയ അഖിലല്ല ഞാൻ എന്ന് ബിഗ് ബോസ് കണ്ട പ്രേക്ഷകരോട് ചോദിക്കും. അവർക്കറിയാം ഞാൻ ആരാണെന്നും എൻ്റെ മനസ്സിൻ്റെ നന്മ എന്താണെന്നും എനിക്കുള്ള കഴിവുകൾ എന്താണെന്നും. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഇതാണ് അഖിൽ മാരാർ. എനിക്ക് അഖിൽ മാരാർ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യം പറയാലോ. എന്തായിരുന്നു വെച്ചാൽ നമുക്കൊരു ഇൻസ്പിറേഷനാണ്. നമ്മളൊക്കെ ലൈഫിൽ പോയി കിടക്കുമ്പോഴേ മുന്നോട്ട് പോകണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. ചുരുക്കം ചില മനുഷ്യരിൽ ഒരാളാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം. ഇതാണ് നമ്മുടെ സിവിൽ സ്കോറൊക്കെ കയ്യിൽ നിന്ന് പോയ സമയത്ത്, പൈസ എടുക്കാണ്ടിരിക്കണ ഇല്ലാത്ത സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരു 50,000 രൂപയുടെയൊക്കെ അത്യാവശ്യം വരും. പക്ഷേ അത് എവിടെ നിന്നും കിട്ടില്ല. ഒരു 100 രൂപ ഇവിടെ നിന്ന് കിട്ടാണ്ടാവില്ല. പക്ഷേ നമ്മളിങ്ങനെ പറയുമോ 100 രൂപ ഇല്ലാത്തതുകൊണ്ടാണ് അത് എവിടെ നിന്നും വാങ്ങി കിട്ടില്ലെന്ന്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് മാത്രം മനസ്സിലാവുള്ളൂ. കേസ് കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ടായിരിക്കും. ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ എനിക്കത് മനസ്സിലാവുന്നത്. ഇനി ഇവിടെ പറഞ്ഞ് ശരിയാവില്ല. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ കുറച്ചായിട്ട് കാണുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്തായിരുന്നു, ഇപ്പോൾ എന്തായിരുന്നൊക്കെ. ഒരുപാട് ആളുകൾ ഒരുപാട് ദുരിതാവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും അവരോരോ പ്രശ്നങ്ങൾ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഓരോ ദിവസവും പ്രശ്നം, ഉറങ്ങാൻ പറ്റാണ്ട് അങ്ങനെ എത്രയോ ആളുകളുടെ ചുറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അഖിൽ അതാണ്. അഖിൽ ഒരു തീയാണ്, ഒരു ഇൻസ്പിറേഷനാണ്. മൂപ്പര് അഭിപ്രായം പറയുന്നതുകൊണ്ട് പ്രശ്നങ്ങളാവുന്നു. ഇതാണ് വിഷയം.
അന്ന് കാര്യമില്ല, അന്ന് 5:30 എന്തായാലും അടിപൊളി.